ഇതെങ്ങനെയുണ്ട്? ഇത് കാണാൻ നല്ല ഭംഗിയില്ല കാണാൻ. ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് സമ്മാനമായിട്ട് കിട്ടിയതാണ്. ഇത് ഈരയുടെ മുകളിലാണ് ഇത് കോർത്തിരിക്കുന്നത്. ഇത് ഈര ഇങ്ങനെ ചെയ്ത് ഇത് ഷേപ്പ് വരുത്തിയിട്ടാണ് ഇത് കോർത്തിരിക്കുന്നത്. ഇത് ഓരോ കണ്ട കള്ളികളും അമ്മാതിരി പല കളറ്. അതിൽ വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, ചുവപ്പുണ്ട്, കാപ്പിപ്പൊടി കഷ്ടി കാപ്പിപ്പൊടി കളറായിട്ട് ഇങ്ങനെ കാപ്പിപ്പൊടി എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ കളറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമുക്ക്. പക്ഷെ ഇത് പണിതുണ്ടാക്കാൻ ഇത്തിരി പണിയുണ്ട്. ഇത് കെനിയേന്ന് കിട്ടിയിട്ടുള്ളതാണ്. കെനിയയിൽ നിന്ന് വരുമ്പോൾ ഒരു അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്, നമുക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം. ഈ ഇത് അപ്പോൾ നമുക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം, കാണാതെ ഒന്നും ഇരുന്നുണ്ടാവില്ല, കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാമെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇത് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, നമുക്കിത് ഈ ഉണ്ണീശോയെ ഇങ്ങനെയൊന്ന് വയ്ക്കാൻ നമുക്ക് പറ്റില്ലേ? കണ്ട അപ്പോൾ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതൊരച്ഛൻ തന്നതിനെയാണ്, ഇതൊരച്ഛൻ തന്നതിനെയാണ്. അപ്പോൾ ഉണ്ണീശോയെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉണ്ണീശോയ്ക്ക് ഒരു ചുറ്റും ഒരു അലങ്കാരമായി മാറും ഇല്ലേ? അപ്പോൾ ഇത് മേശയുടെ മുകളിൽ നമ്മളിങ്ങനെ വയ്ക്കും. അത് സ്ഥിരം നിങ്ങൾ മേശയുടെ മുകളിൽ വയ്ക്കുന്നതാണ്. വെച്ചിട്ട് പ്രാർത്ഥന വരുമ്പോഴും അമ്മാരി ഈശോയെ സ്വീകരിക്കാൻ കൊണ്ടുവരുമ്പോഴൊക്കെ മേശയുടെ മുകളിലുണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് സമ്മാനം നമുക്ക് ഉപകാരപ്പെട്ടു. കാണാനും നമുക്കുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ണീശോയുണ്ട്. അപ്പോൾ ഇത് കാണാൻ ഭംഗിയുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ സമ്മാനങ്ങളാണെങ്കിലും നമുക്ക് വിലയേറിയ സമ്മാനങ്ങളാണ് കിട്ടുന്നത് മുഴുവൻ. നമ്മൾ വിചാരിക്കും, അതൊരു മാലമണി പുറത്തതാണ്, ഒരു ചെറിയൊരു ഉണ്ണീശോയെ കിട്ടിയിട്ടൊന്നും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അതൊക്കെ നമുക്ക് നല്ല നമുക്ക് എന്ത് കിട്ടണതും ചിലപ്പോൾ ചെറുതായി കിട്ടിയതും വലുതായി കിട്ടുന്നതും നമ്മുടെ കയ്യിൽ അവർ മനസ്സറിഞ്ഞ് തരുന്ന സാധനങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് കൊന്തകൾ കിട്ടും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ കൊന്തകൾ കിട്ടിയിട്ടുണ്ട്. കുറേ കൊന്താന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം നമുക്ക് പരിചയപ്പെടുത്തി തരാം. കൊന്തോള് പരിചയപ്പെടുത്തി തരാം. ഞാൻ കൊന്തയൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം എനിക്ക് ഇങ്ങനെ വേദോപദേശം പഠിക്കാൻ പോകാനോ അങ്ങനെ ഒരു ഈ ഭക്തി എന്താണെന്നൊന്നും അങ്ങനെ അത്ര വലിയ അറിവൊന്നുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ഞാനൊരു ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായി. എനിക്ക് വേദദേശം പഠിക്കാനൊന്നും സാധിക്കാത്ത കാരണം ദിവസം ദിവ്യബലി പോകാനും, പക്ഷേ അങ്ങനെ ചൊല്ലും സുഖസ്നായി നന്മറും ഇതൊക്കെ ചൊല്ലുന്നല്ലാതെ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ അനുഗ്രഹങ്ങളും എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അത്ര ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ധ്യാനത്തിന് പോകുന്നത്. അതിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ പരിശുദ്ധാമ്മയോടുള്ള പ്രാർത്ഥനയുടെ ശക്തിയൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അപ്പോൾ അത് കാരണം അന്ന് കുർബാന സ്വീകരണത്തിനൊക്കെ എനിക്കൊരു കൊന്ത കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. പക്ഷെ കൊന്ത ചെല്ലുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അത്ര വലിയ ഗുണമൊന്നും എനിക്ക് അത്ര മനസ്സിലായിരുന്നില്ല. പിന്നീട് ഈ ധ്യാനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനകളുടെ വിലകളെക്കുറിച്ചും അതിൻ്റെ ആ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ആദ്യം എനിക്ക് കിട്ടിയത് ഒരു കൊന്ത കുർബാന സ്വീകരണത്തിന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ നല്ല സുഹൃത്തായ എൻ്റെ സിസ്റ്റർ, എൻ്റെ കൂട്ടുകാരിയും കൂടി ആയിരുന്ന സിസ്റ്ററാണ് എനിക്കൊരു കൊന്ത കൊണ്ടുവന്നത് തന്നത്. ആ കൊന്ത ഞാൻ വർഷങ്ങളോളം ഞാൻ കഴുത്തിലിട്ടുണ്ട്. കുറേ വർഷം ഞാൻ ആ കൊന്ത ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്ന വരെ ഉപയോഗിക്കും. അല്ലാതെ ഇപ്പോൾ ഒരെണ്ണം കിട്ടി പിന്നെ ഒരെണ്ണം കിട്ടി അപ്പോൾ അത് മാറ്റി വേറെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കില്ല. അപ്പോൾ ആ കൊന്ത ഞാൻ ഒരുപാട് കാലം ഇട്ടു. അപ്പോൾ അത് പൊട്ടി അത് ഉപയോഗിക്കാൻ പറ്റാതെ ആയിപ്പോൾ അത് മാറ്റി. ആ മാറ്റുമ്പോഴെങ്കിലും എനിക്ക് എത്ര കൊന്ത കിട്ടിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും കൊന്തകൾ ഇപ്പോഴും അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഇപ്പോൾ ഒരു കൊന്ത കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊന്ത അപ്പം ഞാൻ ഈ എല്ലാ കൊന്തയും എൻ്റെ കയ്യിൽ വെക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊന്ത ചെല്ലാം. ഇപ്പം ഞാൻ കിടക്കണോടത്ത് ഞാൻ എവിടേക്ക് ഇരിക്കുന്നു അവിടേക്ക് ഓരോ കൊന്തകൾ വെച്ചിരിക്കണം. അപ്പോൾ ഒരു കൊന്തേനെ കൊണ്ടെടുക്കില്ല. ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു കൊന്ത, ഞാൻ കിടക്കണ വായിലൊരു കൊന്ത, പകൽ കിടക്കുമ്പോൾ ഒരു കൊന്ത, അങ്ങനെ ഓരോ കൊന്തകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ എനിക്ക് കൊന്തകൾ കിട്ടി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാൻ ശരിക്കും ഒരു കൊന്തയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ കുറേ കൊന്തകൾ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ കൊന്തയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ പരിശുദ്ധാമ്മ അവർക്കും ചിലപ്പോൾ അവർക്ക് ഇതുപോലെ കിട്ടുന്നുള്ളവരായിരിക്കില്ല. അപ്പോൾ അവർക്ക് അത് ഒരു സമ്മാനം പോലെ കൊടുക്കണം, നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അവിടുന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ സ്ഥിരം നമ്മൾ വെന്തിങ് ഇട്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഇടവകയിലെ അച്ഛൻ
നിങ്ങൾക്ക് എല്ലാ കൊല്ലും വെന്തിങ്ങ ഇത് നമുക്ക് തരും, വെന്തിങ്ങ തരും നമുക്ക്. അപ്പോൾ അതുവരെ ഞാൻ കൊന്തയാണ് കഴുത്തിലിട്ടിരുന്നത്. ഇപ്പോൾ ഈ വെന്തിങ്ങ കിട്ടിയതിന് ശേഷം കൊന്ത ചെല്ലാനായിട്ട് എടുക്കുക, ഇത് ഞങ്ങൾക്ക് കഴുത്തിലിടുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് ശരിക്കും നമ്മൾ ഇടേണ്ടതാണ്. നമ്മുടെ ഈ വെന്തിങ്ങ നമ്മൾ ഇടേണ്ടതാണ്. പക്ഷേ അത് പലരും ഇടുന്നില്ല കഴുത്തിൽ, കുറച്ച് ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഇടുന്നതാണ് ഇത്. അപ്പോൾ എന്തായാലും ഇന്ന് കൊന്തയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും സമ്മാനത്തിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഇതിൽ പറയാനുള്ളത്, ഇതിൽ സന്ദേശം ചെറിയ സമ്മാനമായിട്ട് നമുക്ക് തരികയായാലും അത് വലിയൊരു സമ്മാനമായിട്ട് ഉപയോഗിക്കുക. എന്തിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ വെന്തിങ്ങ അടക്കം എനിക്ക് എൻ്റെ ഒരു അച്ഛൻ തന്നതാണ്, എൻ്റെ ഇടവകയിലത്തെ അച്ഛൻ തന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ സമ്മാനം നമുക്ക് കിട്ടുന്നത് അത് വിലയേറിയ സമ്മാനമായിട്ട് എല്ലാവരും കണക്കാക്കുക. ഇനി ഇതുപോലെയൊക്കെ കിട്ടാതിരിക്കുന്നത് വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ കിട്ടാതിരിക്കുക ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് കൊടുക്കുക അവർക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞ് നിർത്തണം കേട്ടോ.